ഹോട്ടലിൽ നിന്നും ഭക്ഷണം ചൂടാക്കി കഴിച്ച് പണവുമായി കടന്ന കള്ളൻ ഒടുവിൽ പിടിയിൽ. പോലീസിനെ കണ്ട് ഓടി രക്ഷപ്പെട്ട ലഹരി വിൽപ്പനക്കാരനെ ഓടിച്ചിട്ട് പിടികൂടി. 2.5 വയസ്സുകാരുടെ മരണത്തിൽ അമ്മയെയും അമ്മാവനെയും വീണ്ടും നുണപരിശോധന നടത്തും. കുറ്റകൃത്യങ്ങളുടെ സമഗ്രതയിലേക്ക് കാക്കിയിലേക്ക് സ്വാഗതം. പാലക്കാട് ചന്ദ്രനഗറിലെ ഹോട്ടലിൽ നിന്നും ഭക്ഷണം ചൂടാക്കി കഴിച്ച ശേഷം പണം മോഷ്ടിച്ച് കടന്നുകളഞ്ഞ കള്ളൻ ഒടുവിൽ പോലീസിന്റെ പിടിയിലായി. കന്യാകുമാരി മാർത്താണ്ഡം സ്വദേശി അനീഷ് എന്ന ശിവകുമാറാണ് കസബ പോലീസിന്റെ പിടിയിലായത്. കേരളത്തിലും തമിഴ്നാട്ടിലുമായി നിരവധി മോഷണ കേസുകളിലെ പ്രതിയാണ് അനീഷ് എന്ന് പോലീസ് പറഞ്ഞു. കഴിഞ്ഞ മെയ് 21-നാണ് പാലക്കാട് ചന്ദ്രനഗറിലെ മൂൺ സിറ്റി ഹോട്ടലിൽ മോഷണം നടന്നത്. ഹോട്ടലിന്റെ പിൻവാതിൽ പൊളിച്ച് അകത്ത് കയറിയ കള്ളൻ ആദ്യം വലിപ്പ് തുറന്ന് പണം മോഷ്ടിക്കുകയായിരുന്നു. പിന്നീട് ഹോട്ടലിൽ പലയിടത്തും പരതി നടന്നു. ഇതിനിടെ ഫ്രിഡ്ജിലുണ്ടായിരുന്ന ഭക്ഷണമെടുത്ത് ചൂടാക്കി കഴിക്കുകയും ചെയ്തു. ഹോട്ടൽ ഉടമയുടെ സൺഗ്ലാസും വിലപിടിപ്പുള്ള ഫോൺ ചാർജറും 25,000 രൂപയും ഉൾപ്പെടെയാണ് കള്ളൻ മോഷ്ടിച്ചത്. എന്നാൽ പാകം ചെയ്ത ഭക്ഷണം കഴിക്കുന്നതിനിടയിൽ ഹോട്ടലിലെ CCTV കള്ളന്റെ ശ്രദ്ധയിൽപ്പെടുകയായിരുന്നു. ഇതോടെ പരിഭ്രാന്തനായ കള്ളൻ പെട്ടെന്ന് ഹോട്ടലിൽ നിന്നും പാകം ചെയ്ത ഭക്ഷണം പാർസലാക്കി പണവുമെടുത്ത് കടന്നു കളഞ്ഞു. CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതിയെക്കുറിച്ചുള്ള വിവരങ്ങൾ പോലീസിന് ലഭിച്ചത്. തുടർന്ന് ഇന്നലെയാണ് തൃശൂരിൽ വെച്ച് കന്യാകുമാരി മാർത്താണ്ഡം സ്വദേശിയായ അനീഷ് എന്ന ശിവകുമാർ കസബ പോലീസിന്റെ പിടിയിലായത്. ഭക്ഷണം പാചകം ചെയ്യാൻ വിദഗ്ധനായ അനീഷ് ഹോട്ടലുകളും ബേക്കറികളും വീടുകളും കേന്ദ്രീകരിച്ചാണ് മോഷണം നടത്തുന്നത്. ഇതിനോടകം കേരളത്തിലും തമിഴ്നാട്ടിലുമായി നിരവധി മോഷണ കേസുകളിൽ അനീഷ് പ്രതിയാണ്. ഒരു ദിവസം തന്നെ നിരവധി മോഷണങ്ങൾ നടത്തുന്നതാണ് അനീഷിന്റെ രീതിയെന്ന് കസബ പോലീസ് പറഞ്ഞു. ജനം, പാലക്കാട്. കൊല്ലത്ത് RTO ഓഫീസിലെത്തിയവരും ജില്ലാ കോടതിയിലെ അഭിഭാഷകരും തമ്മിൽ കയ്യാങ്കളി. സിവിൽ സ്റ്റേഷൻ വളപ്പിൽ വാഹനം പാർക്ക് ചെയ്തതിനെ ചൊല്ലിയുണ്ടായ തർക്കമാണ് സംഘർഷത്തിൽ കലാശിച്ചത്. സംഭവത്തിൽ ഇരു കൂട്ടർക്കുമെതിരെ വെസ്റ്റ് പോലീസ് കേസെടുത്തു. വാഹനത്തിന്റെ ഫീസ് അടയ്ക്കാൻ സിവിൽ സ്റ്റേഷനിലെത്തിയതാണ് കടയ്ക്കൽ സ്വദേശി ഷെമീന ഓഫീസിനുള്ളിലേക്ക് പോയപ്പോൾ ഡ്രൈവർ സിദ്ദിഖ് മാത്രമാണ് കാറിലുണ്ടായിരുന്നത്. ഈ സമയം ഇവരുടെ കാറിന് മുന്നിൽ അഭിഭാഷകൻ കാർ പാർക്ക് ചെയ്ത ശേഷം കോടതിയിലേക്ക് പോയി. ഷെമീന തിരിച്ചെത്തിയപ്പോൾ കാർ പുറത്തേക്ക് എടുക്കാൻ സാധിച്ചില്ല. പിന്നീട് അഭിഭാഷകനെത്തി കാർ മാറ്റുന്നതിനിടെയാണ് വാക്കുതർക്കമുണ്ടായത്. ഡ്രൈവർ അഭിഭാഷകനെ പിടിച്ച് തള്ളുകയായിരുന്നു. പിന്നാലെ കയ്യാങ്കളിയായി. ബഹളം കേട്ട് കോടതി വളപ്പിലുണ്ടായിരുന്ന അഭിഭാഷകനും തടിച്ചുകൂടി. തുടർന്ന് സംഘർഷം രൂക്ഷമായി. ഷെമീനയുടെ കാർ നശിപ്പിച്ചതായും പരാതിയുണ്ട്. ഇരുവിഭാഗവും ആശുപത്രിയിൽ ചികിത്സ തേടി. ഒരു വലിയൊരു അസഭ്യം പറഞ്ഞിട്ട് അവര് പറയാ, പിന്നെ ഇവിടെ ആരുടെ വണ്ടി എടുത്ത് മാറ്റേണ്ടത്, നിങ്ങൾക്ക് ആരുടെ വണ്ടി എടുത്ത് മാറ്റേണ്ടത്, ഇവിടെ ഒന്നും നടക്കത്തില്ല, ഇവിടെ ഞാൻ ഇടുന്നത് ഞങ്ങളുടെ നിയമം തന്നെ, ഞങ്ങളുടെ നീതി എന്ന് പറഞ്ഞുകൊണ്ട് പുള്ളി പറഞ്ഞുകൊണ്ട് കയറിയപ്പോ ഞാൻ സാറേ പ്ലീസ് 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 എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ചെന്നു. അപ്പൊ ഇയാളെന്ത് ചെയ്തു, കോടതിയുടെ അകത്തേക്ക് അങ്ങ് ഓടിക്കയറിയപ്പോഴത്തേക്ക് ഞാൻ അവിടെ നിന്നുകൊണ്ട് കുറെ അവിടെ പോലീസുകാരൊക്കെ നിൽപ്പുണ്ടായിരുന്നു. അപ്പൊ ഞാൻ അവരുടെ അടുത്തൊക്കെ പറഞ്ഞപ്പോഴും അവരെന്തോ, എനിക്ക് പിന്നെ കോടതിക്ക് അകത്തോട്ട് കയറാനുള്ള പെർമിഷൻ ഇല്ലല്ലോ, കാരണം ഞാൻ വാദിയല്ല പ്രതിയല്ല കക്ഷിയല്ല ഒന്നുമല്ല, അതുകൊണ്ട് ഞാൻ അതിനകത്തോട്ട് കയറിയില്ല. ഈ ഒരു ഓറഞ്ച് ചുരിദാർ ലേഡി നേരെ എന്റെ മുമ്പിൽ കൈയും കെട്ടി ബാഗിൽ കൈ കൊണ്ടുവന്ന് താൻ ആരാടോ എന്നാണ് ആദ്യം വേണ്ടിയിട്ട് ചോദിക്കുന്നത്. അതാ മുകളിലത്തെ CCTVയിലേക്ക് വളരെ വ്യക്തമായിട്ട് ദൃശ്യരക്ഷ കാണും. അപ്പൊ ഞാൻ ചോദിച്ചു, എന്റെ വേഷം കണ്ടാൽ മനസ്സിലായില്ലേ, ഞാൻ വക്കീലെന്നുള്ള അറിയാൻ മനസ്സിലായില്ല, താൻ എവിടുത്തെ വക്കീലാണോ, താൻ എവിടുത്തെ വക്കീലല്ലെന്താ, ഇങ്ങനെയാണോ ഞങ്ങൾ എത്ര മണിക്കൂറാണ് ഞങ്ങൾ ഇവിടെ നിൽക്കുക. ഞാൻ പറഞ്ഞില്ലേ കോടതിക്കകത്താണ്, ഓക്കെ, ഞാനതാ നിങ്ങളുടെ വണ്ടി എടുക്കാൻ വേണ്ടി മാറ്റാൻ വേണ്ടി ഓടി വരുന്നത്. അപ്പോൾ ഇവര് എന്നോട് വളരെ മോശമായിട്ട് പെരുമാറി. ഞാൻ പറഞ്ഞു, മോശമായിട്ട് പെരുമാറുകയാണെങ്കിൽ അത് ശരിയായ നടപടിയല്ലല്ലോ എന്ന് പറഞ്ഞ് ഞാൻ തിരിഞ്ഞെടുക്കാമെന്ന് ഞാൻ ലേഡി എന്റെ കൈ കയറി പിടിക്കുക, എന്റെ ഉടുപ്പിന്റെ കോട്ടിന്റെ ഗവനത്തെ പിടിക്കുന്നത്. അപ്പൊ പയ്യനെ ഓടി വന്നിട്ട് തടഞ്ഞു നിർത്തിയിട്ട് വണ്ടി മാറിയിട്ട് പോടാന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ യൂണിഫോം വക്കീലിന്റെ ദേഹത്തേരി പിടിക്കുന്നത് മോശമല്ലേ, അപ്പോൾ പിടിച്ച വീണ്ടും അവരെ ആക്രമിക്കണം. ഇരുവരുടെയും പരാതിയിൽ പോലീസ് കേസെടുത്തു. സംഭവത്തിൽ പ്രതിഷേധിച്ച്
കൊല്ലത്ത് കോടതി നടപടികളിൽ നിന്ന് നാളെ വിട്ടുനിൽക്കാനാണ് അഭിഭാഷകരുടെ തീരുമാനം. ജനം, കൊല്ലം. പോലീസിനെ കണ്ട് ഓടി രക്ഷപ്പെട്ട ലഹരി വിൽപ്പനക്കാരനെ അഗളിയിൽ നിന്നും പിടികൂടി. കോഴിക്കോട് വാടക വീട് കേന്ദ്രീകരിച്ച് ലഹരി വിൽപ്പന നടത്തുന്നുണ്ടെന്ന് അറിഞ്ഞെത്തിയ പോലീസിനെ കണ്ട് രക്ഷപ്പെട്ട ദിൽഷാദിനെയാണ് കോഴിക്കോട് സിറ്റി ഡാൻസാഫും നല്ലടം പോലീസും ചേർന്ന് പിടികൂടിയത്. 10ഓളം കേസിൽ പ്രതിയാണ് പിടിയിലായ ദിൽഷാദ്. ഒരു മാസത്തിലധികമായി ഡാൻസാഫിന്റെ നിരീക്ഷണത്തിലായിരുന്നു പന്തീരങ്കാവ് സ്വദേശി എടക്കുറ്റിപ്പുറം ദിൽഷാദ്. ലോഡ്ജുകളിലും വാടക വീടുകളിലും താമസിച്ച് ജില്ലയിലെ വിവിധ ഭാഗങ്ങളിൽ കാറിൽ MDMA വിൽപ്പന നടത്തുന്നതായിരുന്നു ഇയാളുടെ രീതി. ഉടുമ്പ്രയിൽ വാടക വീട്ടിൽ താമസിച്ച് ലഹരി കച്ചവടം നടത്തുന്നതായി മനസ്സിലാക്കിയാണ് കഴിഞ്ഞ ദിവസം നല്ലളം പോലീസ് ദിൽഷാദിനെ തേടിയെത്തിയത്. അതേസമയം കാറിൽ വീട്ടിലേക്ക് വന്ന ദിൽഷാദ് പോലീസിനെ കണ്ടയുടനെ കാർ നിർത്തി രക്ഷപ്പെടുകയായിരുന്നു. ഡാൻസാഫും നല്ലളം പോലീസും തിരച്ചിൽ നടത്തിയെങ്കിലും ദിൽഷാദിനെ കണ്ടെത്താനായില്ല. അന്ന് കാറിൽ നിന്ന് 51 ഗ്രാം MDMA പിടികൂടിയിരുന്നു. പിന്നീട് ഊർജിതമായി നടത്തിയ അന്വേഷണത്തിലാണ് അഗളിയിലെ ഒളിത്താവളത്തിൽ നിന്ന് പോലീസും ഡാൻസാഫും ചേർന്ന് ദിൽഷാദിനെ പിടികൂടിയത്. അഗളി പോലീസിന്റെ സഹായത്തോടെയായിരുന്നു ഓപ്പറേഷൻ. ജില്ലയിലെ വിവിധ സ്റ്റേഷനുകളിൽ പിടിച്ചുപറി, അടിപിടി, പോക്സോ തുടങ്ങിയ കേസുകൾ ഇയാളുടെ പേരിലുണ്ട്. ബീച്ച്, മാളുകളുടെ പരിസരം എന്നിവ കേന്ദ്രീകരിച്ച് വിൽപ്പന നടത്തുന്ന മുഖ്യകണ്ണിയായിരുന്നു ദിൽഷാദ്. പ്രതിക്ക് MDMA നൽകിയവരെക്കുറിച്ചും ഒളിവിൽ താമസിക്കാൻ സഹായമൊരുക്കിയവരെക്കുറിച്ചും അന്വേഷണം ഊർജിതമാക്കിയതായി ഡെപ്യൂട്ടി കമ്മീഷണർ അരുൺ കെ പവിത്രൻ അറിയിച്ചു. ജനം, കോഴിക്കോട്. കല്ലൂർക്കാട് SIയെ കാറടിപ്പിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ പ്രതി കീഴടങ്ങി. ഒന്നാം പ്രതി ഷെരീഫ് ഷംസുദ്ദീൻ മൂവാറ്റുപുഴ കോടതിയിലാണ് കീഴടങ്ങിയത്. മൂവാറ്റുപുഴ ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ അന്വേഷണം തുടരുന്നതിനിടയിലാണ് പ്രതി കീഴടങ്ങിയത്. മൂവാറ്റുപുഴ കല്ലൂർക്കാട് സ്റ്റേഷൻ ഗ്രേഡ് SI M മുഹമ്മദിനെയായിരുന്നു വാഹന പരിശോധനയ്ക്കിടെ ശനിയാഴ്ച വാഹനമിടിപ്പിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ചത്. ഗുരുതരമായി പരിക്കേറ്റ മുഹമ്മദിനെ അടിയന്തര ശസ്ത്രക്രിയയ്ക്ക് വിധേയനാക്കിയിരുന്നു. കാറിലുണ്ടായിരുന്ന യുവാക്കൾ സംശയകരമായ സാഹചര്യത്തിൽ പാക്കറ്റുകൾ കൈമാറുന്നത് ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്നാണ് പോലീസ് വാഹന പരിശോധനയ്ക്ക് എത്തിയത്. ശനിയാഴ്ച വൈകിട്ട് 4 മണിയോടെ കല്ലൂർക്കാട് വഴിയാഞ്ചിറ ഭാഗത്തായിരുന്നു സംഭവം. CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിൽ കാർ ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ കണ്ടെത്തി. പ്രതികളെ രക്ഷപ്പെടാൻ സഹായിച്ച ഈരാറ്റുപേട്ട സ്വദേശികളായ 2 പേരെ നേരത്തെ അറസ്റ്റ് ചെയ്തിരുന്നു. ഷെരീഫിനൊപ്പമുണ്ടായിരുന്നത് മടക്കത്താനം സ്വദേശി ആസിഫാണെന്നും തിരിച്ചറിഞ്ഞിരുന്നു. ലഹരി ഇടപാടുകൾ പിടിക്കപ്പെടുന്നതായപ്പോഴാണ് SIയെ അപായപ്പെടുത്തി കടന്നുകളയാൻ ശ്രമിച്ചതെന്നാണ് കരുതുന്നത്. ഷെരീഫ് സംസുദ്ദീനെ ചോദ്യം ചെയ്യുന്നതോടെ ലഹരി ഇടപാടുകൾ അടക്കമുള്ള വിവരങ്ങൾ ലഭിക്കും. വലതുകാലിനും തോളലിനുമായിരുന്നു SI EM മുഹമ്മദിന് പരിക്കേറ്റത്. ജനം, കൊച്ചി. മിൽമയുടെ വ്യാജന് 1 കോടി രൂപ പിഴ ചുമത്തി പ്രിൻസിപ്പൽ കൊമേഴ്സ്യൽ കോടതി. മിൽന എന്ന സ്വകാര്യ ഡയറി സ്ഥാപനത്തിനെതിരെയാണ് നടപടി. മിൽമയുടെ പേരിനോടും ലോഗോയോടും സാമ്യമുള്ള പാക്കറ്റുകളിൽ പാലുൽപ്പന്നങ്ങൾ വിപണിയിൽ എത്തിച്ചതിനാണ് പിഴ. മലയാളി കണി കണ്ടുണരുന്ന നന്മയായ മലയാളിയുടെ സ്വന്തം പാൽ മിൽമയെ വെല്ലുന്ന വ്യാജനയാണ് ഈ കണ്ടത്. കോട്ടയം പാല കേന്ദ്രീകരിച്ച് പുറത്തിറങ്ങുന്ന ഉൽപ്പന്നമായ മിൽമയ്ക്ക് സമാനമായ രൂപത്തിലും ഭാവത്തിലും നിറത്തിലുമാണ് ഉൽപ്പന്നത്തിന്റെ വിപണനം. ഇത് ചോദ്യം ചെയ്താണ് 2022 മാർച്ച് 22-ന് മിൽമ തിരുവനന്തപുരം പ്രിൻസിപ്പൽ കൊമേഴ്ഷ്യൽ കോടതിയിൽ സമീപിച്ചത്. ഇതിലാണ് ഇപ്പോൾ 1 കോടി രൂപയും 6 മാസത്തെ പിഴപ്പലിശയും ചുമത്തി കോടതി ഉത്തരവ് പുറപ്പെടുവിച്ചിരിക്കുന്നത്. വിധിയെ സ്വാഗതം ചെയ്യുന്നുവെന്ന നഷ്ടപരിഹാരത്തിന് വേണ്ടിയല്ല, ക്ഷീരകർഷകരുടെ പ്രസ്ഥാനത്തിനെതിരെയുള്ള പ്രവർത്തനത്തിനെതിരെയാണ് കോടതിയെ സമീപിച്ചതെന്നും മിൽമ ചെയർമാൻ KS മണി ജനം TVയോട് പറഞ്ഞു. അത്തരം കമ്പനികൾ ഇറക്കി മാർക്കറ്റിൽ പാലും അല്ലെങ്കിൽ ഉൽപ്പന്നങ്ങൾ വിൽക്കുമ്പോഴുണ്ടാവുന്ന നമുക്കുണ്ടാവുന്ന ചോർച്ചയെക്കുറിച്ചൊന്നും നമ്മൾ വേവലാതിപ്പെടുന്നില്ല. അതൊക്കെ ഓരോരുത്തരുടെ താല്പര്യം അനുസരിച്ചിട്ട് പല ബ്രാൻഡുകളും വിൽക്കുന്നത് പോലെ വിറ്റോട്ടെ. പക്ഷേ നമ്മളുടെ പേരുദോഷം വരുന്ന വിധത്തിലുള്ള ശ്രമങ്ങൾ ആര് നടത്തിയാലും ഇനിയിപ്പോൾ അവരത് അതിൻ്റെ അപ്പീലും മറ്റു കാര്യങ്ങളൊക്കെ പോകുകയാണെങ്കിൽ അതിൻ്റെ പുറകിൽ അവരെവിടെ വരെ പോകുന്നോ അതുവരെ മിൽമയും പുറകിൽ പോകാനുണ്ടാവും. കോടതി വിധിക്കെതിരെ മിൽന അപ്പീലിന് പോയാൽ ഏതറ്റം വരെ പോയും കേസ് നടത്തുമെന്നും ചെയർമാൻ കൂട്ടിച്ചേർത്തു. അഖിൽ പാലോട്ടുമഠം, ജനം, തിരുവനന്തപുരം. പാരസെറ്റമോളിൽ കമ്പിക്കഷ്ണം. പാലക്കാട് മണ്ണാർക്കാട് ഹെൽത്ത് സെന്ററിൽ നിന്നും നൽകിയ പാരസെറ്റമോളിലാണ് കമ്പിക്കഷ്ണം കണ്ടെത്തിയത്. മണ്ണാർക്കാട് സ്വദേശി ആസിഫിന്റെ മകനായി വാങ്ങിയ മരുന്നിലാണ് കമ്പിക്കഷ്ണം കണ്ടെത്തിയത്. സംഭവത്തിൽ കുടുംബം ആരോഗ്യവകുപ്പിന് പരാതി നൽകി.
മണ്ണാർക്കാട് സ്വദേശി ആസിഫിന്റെ മകന് കലശലായ പനിയെ തുടർന്നാണ് മണ്ണാർക്കാട് നഗരസഭ ജനകീയ ആരോഗ്യ കേന്ദ്രത്തിലെ ഡോക്ടറെ കാണിച്ചത്. ഡോക്ടർ പാരസിറ്റമോൾ ഉൾപ്പെടെ മരുന്നുകൾ കുറച്ചും നൽകി. തുടർന്ന് ജനകീയ ആരോഗ്യ കേന്ദ്രത്തിൽ നിന്ന് തന്നെ മരുന്നും ലഭിച്ചു. എന്നാൽ വീടെത്തിയ ശേഷം പാരസിറ്റമോൾ ഗുളിക കുട്ടിക്ക് പകുതി കൊടുക്കുന്നതിനായി പൊട്ടിച്ചപ്പോഴാണ് കമ്പിക്കഷ്ണം കണ്ടത്. വൈകുന്നേരം കുട്ടിക്ക് പനി ഉണ്ടായിരുന്നു, സ്കൂൾ കൂട്ടുണ്ടായില്ല. അപ്പോൾ വൈകുന്നേരത്തോടെ ഹെൽത്ത് സെന്ററിൽ പോയിരുന്നു. നാടികുന്ന് ഭാഗത്തുള്ളതാണ്. നാരായണപേട്ടയുള്ള ഹെൽത്ത് സെന്ററിൽ പോയി അവിടുന്ന് മരുന്ന് വാങ്ങി. ഡോക്ടർ പ്രിസ്ക്രിപ്ഷൻ തന്നു. മരുന്ന് അവിടെ തന്നെ കിട്ടി. അപ്പോൾ ഒരു പകുതി ഗുളികയാണ് കൊടുക്കാൻ പറയുന്നത്. പാരസിറ്റമോൾ ആയിരുന്നു. അപ്പോൾ അത് കൊടുക്കാൻ വേണ്ടി പൊട്ടിച്ച സമയത്ത് അതിൻ്റെ ഉള്ളിൽ കമ്പി കണ്ടു. പൊട്ടിച്ചത് കൊണ്ട് കണ്ടു. അല്ലെ ഫുള്ളായിട്ടാണ് നമ്മൾ ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ഉള്ളിൽ പോയേനെ. സംഭവത്തിൽ മരുന്ന് കമ്പനിക്കെതിരെ ആരോഗ്യവകുപ്പിന് കുടുംബം പരാതി നൽകി. കൂടാതെ നഗരസഭയും ആരോഗ്യവകുപ്പിനും മുഖ്യമന്ത്രിക്കും പരാതി നൽകുമെന്ന് ചെയർമാൻ സി മുഹമ്മദ് ബഷീർ അറിയിച്ചു. സംഭവത്തിൽ കൂടുതൽ അന്വേഷണം നടത്തിയാൽ മാത്രമേ എങ്ങനെ കമ്പിക്കഷ്ണം ഗുളികയിൽ വന്നു എന്നതിൽ വ്യക്തത ലഭിക്കുകയുള്ളൂ. ജനം, പാലക്കാട്. പ്രണയത്തിൽ നിന്നും പിന്മാറിയതിന്റെ വൈരാഗ്യത്തിൽ ഇടുക്കി ചിത്തിരപുരം ഡോബിപ്പാലത്ത് കാമുകിയുടെ വീട്ടിൽ കയറി യുവാവിന്റെ പരാക്രമം. യുവതിയുടെ അമ്മയെയും മകനെയും കുത്തിപ്പരിക്കേൽപ്പിച്ചു. വട്ടവട സ്വദേശി രാജ്കുമാറാണ് അതിക്രമം നടത്തിയത്. ആക്രമണത്തിന് ശേഷം രാജ്കുമാർ 2.5 തൂക്കം വരുന്ന മാല മോഷ്ടിച്ചു കൊണ്ടുപോയതായും പരാതിയുണ്ട്. ഇന്നലെയാണ് ചിത്രപുരം ഡോബിപ്പാലത്തിന് സമീപം ജയാഭവനിൽ ശകുന്തളയുടെ വീട്ടിൽ ജയകുമാർ എത്തിയത്. വീട്ടിൽ അതിക്രമിച്ചു കയറിയാൽ ശകുന്തളയെ ആക്രമിക്കുകയായിരുന്നു. ശകുന്തളയുടെ കഴുത്തിലും നെറ്റിയിലും കുത്തിപ്പരിക്കേൽപ്പിച്ച ഇയാൾ ഇവരുടെ കഴുത്തിലെ 2.5 പവൻ മാലയും പൊട്ടിച്ചെടുത്തു. ശബ്ദം കേട്ടെത്തിയ പേരക്കുട്ടിയെയും ഇയാൾ ആക്രമിച്ചു. മോഷണത്തിനിടെയുണ്ടായ ആക്രമണമെന്നാണ് ആദ്യം കരുതിയിരുന്നത്. എന്നാൽ വിശദമായ അന്വേഷണത്തിൽ ആക്രമണ കാരണം മറ്റൊന്നാണെന്ന് പോലീസ് കണ്ടെത്തി. ശകുന്തളയുടെ മകളും രാജ്കുമാറും തമ്മിൽ ഏതാനും നാളുകളായി പ്രണയത്തിലായിരുന്നു. മറയൂരിൽ സ്വകാര്യ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്നതിനിടെയാണ് ഇരുവരും തമ്മിൽ പ്രണയത്തിലായത്. എന്നാൽ ഏതാനും നാളുകൾക്ക് മുമ്പ് ഇരുവരും പിരിഞ്ഞു. ഇതിന്റെ വൈരാഗ്യത്തിലാണ് രാജ്കുമാർ വീട്ടിലെത്തിയതെന്നാണ് പോലീസ് പറയുന്നത്. കഴിഞ്ഞ ദിവസം ഇതേ സ്ഥലത്തെത്തിയ രാജ്കുമാർ ആത്മഹത്യാശ്രമം നടത്തുകയും ചെയ്തിരുന്നു. ഇതിന്റെ ബാക്കി പത്രം എന്നോണമാണ് വീട്ടിൽ കയറി രാജ്കുമാർ അതിക്രമം നടത്തിയതെന്നും പോലീസ് വ്യക്തമാക്കി. ശകുന്തളയുടെ പരാതിയിൽ പോലീസ് കേസെടുത്തിട്ടുണ്ട്. സംഭവത്തിന് ശേഷം രക്ഷപ്പെട്ട രാജ്കുമാറിനായി പോലീസ് അന്വേഷണവും ഊർജിതമാക്കി. ജനം, ഇടുക്കി. തിരുവനന്തപുരം ബാലരാമപുരത്തെ 2.5 വയസ്സുകാരി ദേവേന്ദുവിന്റെ കൊലപാതകത്തിൽ പ്രതിയായ അമ്മാവൻ ഹരികുമാറിനും അമ്മ ശ്രീതുവിനും നുണപരിശോധന നടത്തിയേക്കും. കുട്ടിയെ കിണറ്റിലെറിഞ്ഞ് കൊന്നത് അമ്മയായ ശ്രീതുവാണെന്ന ഹരികുമാറിന്റെ മൊഴിമാറ്റത്തിന് പിന്നാലെയാണ് നുണപരിശോധന. ജയിൽ സന്ദർശനത്തിനെത്തിയ റൂറൽ SP-ക്കാണ് ഹരികുമാർ മൊഴി നൽകിയത്. ബാലരാമപുരത്തെ 2.5 വയസ്സുകാരി ദേവേന്ദുവിന്റെ കൊലപാതകം സംബന്ധിച്ച കേസ് പ്രതിയായ അമ്മാവൻ ഹരികുമാറിന്റെ മൊഴിമാറ്റത്തിലൂടെ പുതിയ വഴിത്തിരിവിലെത്തി നിൽക്കുകയാണ്. കുട്ടിയെ കിണറ്റിലെറിഞ്ഞു കൊന്നത് താനല്ലെന്നും മാതാവായ ശ്രീതുവാണെന്നുമാണ് ഹരികുമാറിന്റെ പുതിയ മൊഴി. കേസന്വേഷണം പൂർത്തിയാക്കി ഹരികുമാറിനെ പ്രതിയാക്കി കുറ്റപത്രം സമർപ്പിക്കാൻ ഒരുങ്ങുന്നതിനിടയിലാണ് ഹരികുമാർ മൊഴി മാറ്റിയത്. ജയിൽ സന്ദർശനത്തിനെത്തിയ റൂറൽ SP-യോടായിരുന്നു പ്രതിയുടെ വെളിപ്പെടുത്തൽ. ഹരികുമാറിന്റെ വാക്കുകൾ പൂർണ്ണ വിശ്വാസയോഗ്യമായി കാണാൻ കഴിയാത്ത സാഹചര്യത്തിലാണ് വ്യക്തത വരുത്താൻ നുണപരിശോധന നടത്താനുള്ള തീരുമാനം. ഹരികുമാറിനെയും പ്രതിയുടെ സഹോദരി കൂടിയായ ശ്രീതുവിനെയും നുണപരിശോധനയ്ക്ക് വിധേയമാക്കും. മരിച്ച ദേവേന്ദുവിന്റെ അച്ഛൻ ശ്രീജിത്തും ശ്രീതുവിനെതിരെ ആരോപണം ഉന്നയിച്ചിരുന്നു. തെളിവുകളില്ലെന്നതായിരുന്നു അന്ന് പോലീസിന്റെ നിലപാട്. ജനുവരി 30-നാണ് ബാലരാമപുരത്തെ വീട്ടിൽ നിന്നും കുട്ടിയെ കാണാതാകുന്നതും പിന്നീട് കിണറ്റിൽ നിന്നും മരിച്ച നിലയിൽ കണ്ടെത്തുന്നതും. സഹോദരിയുമായുള്ള വഴിവിട്ട ബന്ധത്തിന് തടസ്സമായപ്പോൾ ഹരികുമാർ കുട്ടിയെ കിണറ്റിലെറിഞ്ഞ് കൊലപ്പെടുത്തിയെന്നാണ് നിലവിലത്തെ കേസ്. ജനം, തിരുവനന്തപുരം. സാധനങ്ങൾ വാങ്ങിയ ശേഷം ഗൂഗിൾ പേ സ്ക്രീൻഷോട്ട് കാണിച്ച് പണം അടച്ചെന്ന് തെറ്റിദ്ധരിപ്പിച്ച് തട്ടിപ്പ് നടത്തുന്നയാൾ കോഴിക്കോട് പിടിയിലായി. കുന്നുമ്മൽ വിഷ്ണു എന്ന OC വിഷ്ണുവാണ് പിടിയിലായത്. 2 ഫാൻ വാങ്ങി 4000 രൂപ കബളിപ്പിച്ച കേസിലാണ് വിഷ്ണു ഇപ്പോൾ അറസ്റ്റിലായത്. വിവിധ സ്റ്റേഷനുകളിൽ നിരവധി പരാതികൾ ഉയർന്നതോടെ പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതി പിടിയിലായത്. ഗൂഗിൾ പേയിൽ പൈസ ലഭിച്ചതായുള്ള അനൗൺസ് ഇല്ലാത്ത കടകൾ തിരഞ്ഞുപിടിച്ചാണ് ഇയാൾ തട്ടിപ്പ് നടത്തിയിരുന്നത്. ഇരിങ്ങാലക്കുട നഗരമധ്യത്തിൽ ബൈക്കിലെത്തിയ 2 സംഘം സ്ത്രീയുടെ മാല പൊട്ടിച്ചു. കത്തീഡ്രൽ ദേവാലയത്തിന് മുന്നിൽ വച്ച് ബുധനാഴ്ച 3 മണിയോടെയാണ് സംഭവം. കാരണം സ്വദേശിയായ നളിനി ചന്തക്കുന്നിൽ അടയ്ക്ക വിൽക്കുന്നതിനായി എത്തി മടങ്ങുന്നതിനിടയിലാണ് 2 സംഘം ബൈക്കിലെത്തി മാല പൊട്ടിച്ചത്. പള്ളിയുടെ മുന്നിലെത്തിയപ്പോൾ ചന്തക്കുന്ന് ഭാഗത്തു നിന്നും തന്നെ ബൈക്കിലെത്തിയ 2 സംഘം നളിനിയുടെ മാല പൊട്ടിച്ച് കടന്നു കളയുകയായിരുന്നു. സമീപത്തെ കടയിലെ CCTV-യിൽ ദൃശ്യങ്ങൾ പതിയുകയായിരുന്നു.
ഇഡി ഉദ്യോഗസ്ഥനെതിരായ കൈക്കൂലി കേസിൽ ഉദ്യോഗസ്ഥരുടെ സ്ഥലം മാറ്റം അന്വേഷണത്തെ ബാധിക്കില്ലെന്ന് വിജിലൻസ്. കേസിൽ ഒന്നാം പ്രതി ഇഡി അസിസ്റ്റന്റ് ഡയറക്ടർ ശേഖർ കുമാറിനെ ചോദ്യം ചെയ്യുന്നതിൽ തീരുമാനമായിട്ടില്ല. ഇതിനിടെ ശേഖർ കുമാറിനെതിരായ ആഭ്യന്തര അന്വേഷണ റിപ്പോർട്ട് ഉടൻ സമർപ്പിക്കും. ഇഡി സ്പെഷ്യൽ ടാസ്ക് ഫോഴ്സ് ഡൽഹിയിൽ പരാതിക്കാരന്റെ മൊഴി രേഖപ്പെടുത്തിയിരുന്നു. കൈക്കൂലി കേസിൽ വിജിലൻസ് പ്രതി ചേർത്ത ഇഡി അസിസ്റ്റന്റ് ഡയറക്ടർ ശേഖർ കുമാറിനെ കൊച്ചി സോണൽ ഓഫീസിൽ നിന്ന് ഷില്ലോങ്ങിലേക്ക് മാറ്റിയിരുന്നു. രാജ്യത്ത് വിവിധ സോണലുകളിലെ 18 ഉദ്യോഗസ്ഥരുടെ സ്ഥലംമാറ്റ പട്ടികയിലായിരുന്നു ശേഖർ കുമാറും ഉൾപ്പെട്ടത്. എന്നാൽ സ്ഥലം മാറ്റം അന്വേഷണത്തെ ഒരു തരത്തിലും ബാധിക്കില്ലെന്ന് എറണാകുളം റേഞ്ച് വിജിലൻസ് SP എസ് ശശിധരൻ പറഞ്ഞു. ഒന്നാം പ്രതിയായ ശേഖർ കുമാറിനെ ചോദ്യം ചെയ്യുന്നതിൽ തീരുമാനമായിട്ടില്ല. ഇതിനുള്ള നടപടിക്രമങ്ങൾ പൂർത്തിയായി വരികയാണ്. 1.5 ലക്ഷത്തിലേറെ ഫോൺ രേഖകളും 3 ലക്ഷത്തിലധികം മറ്റു രേഖകളും പരിശോധിക്കേണ്ടതുണ്ട്. അന്വേഷണം ശരിയായ ദിശയിലാണെന്നും എസ് ശശിധരൻ പ്രതികരിച്ചു. 50,000-ഓളം വോയിസ് ചാറ്റ്സും മറ്റു കാര്യങ്ങളുണ്ടായിരുന്നു. അതെല്ലാം നമ്മൾ ഏകദേശം വെരിഫൈ ചെയ്ത എത്തിയിരിക്കുകയാണ്. ഇനി കുറച്ച് പേര് ഒരു 3 ലക്ഷത്തിൽ പരം മറ്റ് ഡാറ്റയുണ്ട് നമുക്ക്. അത് നമ്മുടെ പരിശോധന തുടർന്നു വരികയാണ്. അപ്പോൾ അതാണ് എടുക്കുന്ന സമയം. തീർച്ചയായിട്ടും യാതൊരു സംശയം ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഇപ്പോൾ 2 ആഴ്ച നമുക്ക് നീട്ടി തന്നിട്ടുണ്ട്. വിത്തിൻ ദാറ്റ് ടൈം നമുക്കത് പൂർത്തീകരിക്കാൻ പറ്റുന്ന പ്രതീക്ഷയില്ല. നമ്മൾ നോർമൽ കോൾസിൻ്റെ എല്ലാം ഏകദേശം ആയി വരുന്നു. പക്ഷേ ഇത് ശരിക്കും ഒരു വോളമിനതാണ്, ശരിക്ക് അന്വേഷിക്കാനുണ്ട്. അപ്പോൾ അത് ആ ഭാഗമെല്ലാം കവർ ചെയ്ത് വരുന്നേ ഉള്ളൂ. ആഭ്യന്തര അന്വേഷണത്തിന്റെ ഭാഗമായി സ്പെഷ്യൽ ടാസ്ക് ഫോഴ്സ് പരാതിക്കാരനായ വ്യവസായി അനീഷ് ബാബുവിന്റെ മൊഴി രേഖപ്പെടുത്തിയിരുന്നു. അനീഷ് ബാബുവിനെതിരായ കേസിന്റെ വിവരങ്ങളും STF ശേഖരിച്ചിട്ടുണ്ട്. ശേഖർ കുമാറിന്റെ കൂടി മൊഴി രേഖപ്പെടുത്തിയ ശേഷം ED ഡയറക്ടർക്ക് STF വൈകാതെ റിപ്പോർട്ട് സമർപ്പിക്കും. ജനം, കൊച്ചി. വിനിയോഗ സർട്ടിഫിക്കറ്റ് കേരളം നൽകിയില്ല. തുക എന്തിനൊക്കെ ചെലവഴിച്ചുവെന്ന് വ്യക്തമാക്കുന്ന സർട്ടിഫിക്കറ്റാണ് നൽകാത്തത്. ഇക്കാര്യം ചൂണ്ടിക്കാട്ടി കേന്ദ്ര സർക്കാർ ചീഫ് സെക്രട്ടറിക്ക് കത്ത് നൽകി. സർട്ടിഫിക്കറ്റുകൾ നൽകിയാൽ മാത്രമാണ് കേന്ദ്രം ഇനി കൂടുതൽ തുക അനുവദിക്കുക. കേരളത്തെ നടുക്കിയ വയനാട് ദുരന്തമുണ്ടായതിന് തൊട്ടുപിന്നാലെയാണ് 145 കോടി രൂപ സംസ്ഥാനത്തിന് കേന്ദ്രം കൈമാറിയത്. ഇതിനുശേഷം ദേശീയ ദുരന്ത നിവാരണ നിധിയിൽ നിന്നും 215 കോടിയും മന്ത്രിതല സമിതിയുടെ റിപ്പോർട്ടിനെ തുടർന്ന് 153 കോടിയും കൈമാറി. കൂടാതെ വയനാട്ടിൽ ഫയർ സ്റ്റേഷനുകൾ സ്ഥാപിക്കുന്നതിനുൾപ്പെടെ 550 കോടി രൂപയോളം സംസ്ഥാനത്തിന് കേന്ദ്രം നൽകിയിരുന്നു. ദുരന്തമുണ്ടായ മേപ്പാടിയിൽ ഉൾപ്പെടെയാണ് പുതിയ ഫയർ സ്റ്റേഷനുകൾ സ്ഥാപിക്കുക. എന്നാൽ കേന്ദ്രം നൽകിയ തുകയുടെ കൃത്യമായ കണക്കുകൾ സംസ്ഥാനം പുറത്തുവിട്ടിട്ടില്ല. ഈ തുക എന്തിന് ചെലവഴിച്ചെന്നും വ്യക്തമല്ല. ഈ സാഹചര്യത്തിലാണ് കേന്ദ്രം കൈമാറിയ തുകയുടെ ധനവിനിയോഗ സർട്ടിഫിക്കറ്റുകൾ കേന്ദ്രം ആവശ്യപ്പെട്ടിരിക്കുന്നത്. ചീഫ് സെക്രട്ടറിക്ക് കണക്കുകൾ വ്യക്തമാക്കണമെന്നാവശ്യപ്പെട്ട് കേന്ദ്ര സർക്കാർ കത്ത് നൽകി. ഇത് നൽകിയാൽ മാത്രമേ കൂടുതൽ തുക കേരളത്തിന് അനുവദിക്കാൻ കഴിയൂ. മുൻപും കേന്ദ്രം നൽകിയ തുകയുടെ കണക്കുകൾ നൽകുന്നതിൽ കേരളം വീഴ്ച വരുത്തിയിരുന്നു. കേന്ദ്ര ഫണ്ട് വകമാറ്റി ചിലവഴിക്കുന്നതായിരുന്നു ഇതിന് കാരണം. ഇതിനെ തുടർന്ന് സംസ്ഥാനത്തിലുള്ള സഹായം മുടങ്ങുമ്പോൾ കേന്ദ്രത്തെ പഴിചാരുകയാണ് സർക്കാരിൻ്റെ പതിവ്. സുപ്രീം കോടതിയിലും കേന്ദ്ര സർക്കാർ ഇക്കാര്യം അറിയിച്ചിരുന്നു. ആർ രാജീവ്, ജനം, തിരുവനന്തപുരം. ആലപ്പുഴ KSRTC ബസ് സ്റ്റാൻഡിലെ കടയിൽ നിന്ന് മൊബൈൽ ഫോൺ മോഷ്ടിച്ചയാൾ പിടിയിലായി. കൊല്ലം തടുതല സ്വദേശി ശ്യാംകുമാറാണ് സൗത്ത് പോലീസിന്റെ പിടിയിലായത്. കടയിലെ ജീവനക്കാരനായ കണ്ണൂർ സ്വദേശി മസ്നജിന്റെ ഫോൺ മോഷ്ടിക്കുകയായിരുന്നു. മോഷണ ദൃശ്യങ്ങളും ഇതിനോടകം പുറത്തുവന്നു. കൊല്ലത്ത് ആയുർവേദ സ്പാ സെന്ററിൽ കയറി കത്തികാട്ടി ഭീഷണിപ്പെടുത്തി യുവതിയുടെ സ്വർണ്ണാഭരണങ്ങൾ കവർന്ന കേസിൽ 4 പേർ അറസ്റ്റിലായി. വടക്കേവിള സ്വദേശി റിയാസ്, ഉമേനെല്ലൂർ സ്വദേശി ഷാനവാസ്, പരവൂർ കോട്ടപ്പുറം സ്വദേശി നൌഫൽ, അയത്തിൽ സ്വദേശി സജാദ് എന്നിവരാണ് പിടിയിലായത്. പാൽക്കുളങ്ങരയിൽ വെള്ളിയാഴ്ച വൈകിട്ടോടെയാണ് സംഭവം. കാറിലെത്തിയ സംഘം സ്ഥാപനത്തിൽ കയറി ഉടമയായ യുവതിയുടെ മുഖത്ത് പെപ്പർ സ്പ്രേ അടിക്കുകയും മൊബൈൽ ഫോൺ കൈവശപ്പെടുത്തി കത്തികാട്ടി ഭീഷണിപ്പെടുത്തുകയും ചെയ്തു. മാലിന്യം സൂക്ഷിക്കാനായി വയനാട് മാനന്തവാടി നഗരസഭ വാങ്ങിയ MCF-ൽ സാമ്പത്തിക തിരിമറിയെന്ന ആരോപണം. MCF വാങ്ങാൻ ലക്ഷക്കണക്കിന് രൂപ ചെലവഴിച്ചുവെന്നാണ്
വിവരാവകാശത്തിൽ നിന്ന് ലഭിച്ച മറുപടി. സംഭവത്തിൽ പൊതുപ്രവർത്തകനായ രാജൻ ഒഴക്കുടി വിജിലൻസിന് പരാതി നൽകി. മാനന്തവാടി നഗരസഭ മാലിന്യ സംസ്കരണത്തിന് സ്ഥാപിച്ച ഒരു MCF 1 ലക്ഷം രൂപ ചിലവഴിച്ചു എന്നാണ് രാജന് വിവരാവകാശത്തിൽ നിന്ന് ലഭിച്ച മറുപടി. 29,000 രൂപ ചിലവ് വരുന്ന മാലിന്യം സൂക്ഷിക്കുന്ന യൂണിറ്റിനാണ് 3 ഇരട്ടി പണം നൽകിയത്. 2024-25 നഗരസഭ വിവിധ സ്ഥലങ്ങളിൽ സ്ഥാപിക്കുന്നതിനായി 33 MCFകൾ വാങ്ങിയെന്നും ഇതിൽ ലക്ഷങ്ങൾ അഴിമതിയുണ്ടെന്നുമാണ് വിജിലൻസിന് നൽകിയ പരാതിയിൽ പറയുന്നത്. 2023-24 സാമ്പത്തിക വർഷം മാനന്തവാടി മുനിസിപ്പാലിറ്റിയുടെ മാലിന്യ സംരക്ഷണവുമായി ബന്ധപ്പെട്ട് നിർമ്മിച്ചിരിക്കുന്ന കൂടുകൾ, അതായത് മിനി MCF എന്ന് പറഞ്ഞുള്ള ഈ കൂടിന് വിവിധ സ്ഥലങ്ങളിൽ മാനന്തവാടി മുനിസിപ്പാലിറ്റി വിവിധ സ്ഥലങ്ങളിൽ സ്ഥാപിച്ചിട്ട് 33 എണ്ണമാണെന്ന് വിവരാവകാശ പ്രകാരം ലഭിച്ചുള്ള മറുപടിയിൽ എനിക്ക് ലഭ്യമായിട്ടുള്ളത്. അതിൽ 1 ലക്ഷം രൂപ വെച്ച് മുടക്കിയെന്നാണ് ഇവർ അവകാശപ്പെടുന്നത്. പക്ഷേ അതിൻ്റെ വലിയ അഴിമതി നടന്നിട്ട് അതിൽ കാണുന്നുണ്ട്. അതിനുപയോഗിച്ചിട്ട് മെറ്റീരിയൽസും അതുപോലെ തൊഴിലാളികളുടെ കൂലി അടക്കം വേതന അടക്കം നമ്മൾ അന്വേഷിച്ച് പരിശോധിച്ച് നോക്കുമ്പോൾ അതിൽ വലിയ സാമ്പത്തിക കഴിവ് നടന്നിട്ടുണ്ട്. ഏകദേശം 30,000 രൂപയിൽ താഴെയാണ് ഒരു മിനി FCF സ്ഥാപിക്കാൻ ആവശ്യമായി വന്നിട്ട്. പക്ഷേ ഇവിടെ 1 ലക്ഷം രൂപ വെച്ചാണ് ഇവരിതിൽ പറഞ്ഞിട്ടുള്ളത്. അത് വലിയ അഴിമതിയാണ്. വിപണിയിൽ ലഭിക്കുന്ന ഏറ്റവും ഗുണനിലവാരമുള്ള സാമഗ്രികൾ ഉപയോഗിച്ച് നിർമ്മിച്ചാൽ പോലും 29,000 രൂപ മാത്രമാണ് ഒരു യൂണിറ്റിന് വരിക. MCFന് 3 ഇരട്ടിയിലേറെ വില നൽകിയതിനെതിരെ അന്വേഷണം നടത്തണമെന്നാണ് പരാതി. ജനം, വയനാട്. പാലക്കാട് എലപ്പുള്ളിയിൽ മദ്യനിർമ്മാണ കമ്പനിക്കെതിരെ കേസ് നടക്കുന്നതിനിടെ ടൗൺ പ്ലാനർ നൽകിയ ലേഔട്ടിന് അംഗീകാരം നൽകാനുള്ള പഞ്ചായത്ത് സെക്രട്ടറിയുടെ നീക്കത്തിനെതിരെ പഞ്ചായത്ത് പ്രസിഡന്റ്. കുടിവെള്ള പ്രശ്നം രൂക്ഷമായ പ്രദേശത്ത് കമ്പനിക്ക് അംഗീകാരം നൽകാൻ അനുവദിക്കരുതെന്ന് ബോർഡ് മീറ്റിംഗിൽ ഉൾപ്പെടെ BJP മെമ്പർമാരും ആവശ്യപ്പെട്ടു. എലപ്പുള്ളിയിൽ മദ്യനിർമ്മാണ കമ്പനിക്കെതിരെ സമരസമിതി നൽകിയ ഹർജിയിൽ അന്തിമ വിധി വരുന്നതുവരെ നടപടികളുമായി മുന്നോട്ടു പോകരുത് എന്ന ഹൈക്കോടതി ഉത്തരവ് മറികടന്നാണ് ടൗൺ പ്ലാനർ ലേഔട്ട് നൽകി അതിന് അംഗീകാരം നേടാനുള്ള നടപടികൾ ആരംഭിച്ചത്. പഞ്ചായത്ത് സെക്രട്ടറിയും ഇതിന് ഒത്താശ ചെയ്യുന്നുവെന്നാരോപിച്ചാണ് BJP പ്രതിഷേധം നടത്തിയത്. പഞ്ചായത്ത് ബോർഡ് മീറ്റിംഗിലും BJP മെമ്പർമാർ വിഷയം ഉന്നയിച്ചു. തൽക്കാലം അന്തിമ വിധി വരുന്നവരെ ഈ പരിപാടിയുമായി മുന്നോട്ട് പോകണ്ട എന്ന് വിധി നിലവിൽ നിൽക്കെ ഈ ജില്ലാ പ്ലാനറിന്റെ നിർദ്ദേശപ്രകാരം സെക്രട്ടറി ഈ ചെയ്തത് ഈ എലപ്പുള്ളിക്കാരോടുള്ള വഞ്ചനയാണ്. എന്നാൽ പഞ്ചായത്ത് അറിയാതെയാണ് നടപടികൾ നടന്നതെന്ന് പ്രസിഡന്റ് പറഞ്ഞു. രേഖ കയ്യിൽ ലഭിച്ചപ്പോൾ മാത്രമാണ് ടൗൺ പ്ലാനർ അംഗീകാരം നൽകിയ കാര്യം തങ്ങൾ അറിയുന്നതെന്നും സ്ഥലത്തെ കുടിവെള്ള പ്രശ്നം പോലും പരിഗണിക്കാതെയാണ് നടപടിയെന്നും പ്രസിഡന്റ് രേവതി ബാബു പറഞ്ഞു. പ്രദേശത്തെ കിണറിലെ മലിനമായ വെള്ളവും പ്രസിഡന്റ് മാധ്യമങ്ങൾക്ക് മുൻപിൽ പ്രദർശിപ്പിച്ചു. ഇതുമായി ബന്ധപ്പെട്ട് കോടതികളുടെ കേസ് തീർപ്പാക്കുന്നതുവരെ ഒയാസിസ് കമ്പനിയുടെ പ്രവർത്തന അനുമതിയുമായി ബന്ധപ്പെട്ട് ഒരു തീരുമാനവും എടുക്കരുതെന്ന് പഞ്ചായത്ത് ഭരണസമിതിയുടെ യോഗം തീരുമാനിച്ച് സെക്രട്ടറിക്ക് കൈമാറുകയാണ് ഉണ്ടായത്. ഇതാണ് യോഗ തീരുമാനം. കാരണം എലപ്പുള്ളി പോലുള്ള ഡ്രൈ ആയിട്ടുള്ള കൃഷിക്കും കുടിവെള്ളത്തിന് കഷ്ടപ്പാട് അനുഭവിക്കുന്ന ഈ മേഖലയിൽ ഈ വാക്കാലുള്ള ഉറപ്പ് വിശ്വസിക്കാൻ പഞ്ചായത്ത് തയ്യാറല്ല. അതേസമയം പഞ്ചായത്തിൽ ഒരു ഫയലും വന്നിട്ടില്ല എന്നും ടൗൺ പ്ലാനറുടെ രേഖയിൽ നിബന്ധനകൾക്ക് അംഗീകാരം ലഭിച്ചാലേ നിർമ്മാണത്തിന് അനുമതി ലഭിക്കുകയുള്ളൂ എന്നും CPM അംഗങ്ങൾ പറഞ്ഞു. ടൗൺ പ്ലാനർ നൽകിയ ലേഔട്ട് പഞ്ചായത്ത് യോഗത്തിന് ശേഷം തള്ളി. കോടതിയിൽ കേസ് നടക്കുന്നതിനാൽ ഒരു അനുമതിയും നൽകില്ലെന്ന നിലപാടിലാണ് ഭരണസമിതി. ഇത് മറികടക്കാൻ ശ്രമിച്ചാൽ കൂടുതൽ നിയമ നടപടികളുമായി മുന്നോട്ടു പോകുമെന്നും ഭരണസമിതി വ്യക്തമാക്കി. ജനം, പാലക്കാട്. പാലക്കാട് കസബ SIക്കെതിരെ അന്വേഷണത്തിന് ഉത്തരവിട്ട് മനുഷ്യാവകാശ കമ്മീഷൻ. സിവിൽ കോടതി പരിഗണനയിലിരിക്കുന്ന കേസിൽ ഇടപെട്ടെന്ന പരാതിയിലാണ് നടപടി. ജില്ലയ്ക്ക് പുറത്തുള്ള DYSPയെ നിയോഗിച്ച് അന്വേഷണം നടത്തണമെന്നും ഉത്തരവുണ്ട്. എലപ്പുള്ളി സ്വദേശി സുബ്രഹ്മണ്യൻ നൽകിയ പരാതിയിലാണ് നടപടി. തർക്കത്തിലുള്ള സ്ഥലത്ത് SIയെ സ്വാധീനിച്ച് മതിൽ നിർമ്മിക്കാൻ പരാതിക്കാരന്റെ അയൽവാസി ശ്രമം നടത്തിയെന്നാണ് പരാതിയിൽ പറയുന്നത്. 6 ആഴ്ചക്കകം അന്വേഷണം പൂർത്തിയാക്കി റിപ്പോർട്ട് സമർപ്പിക്കാൻ 1 മാസത്തിനകം ഇരു വിഭാഗങ്ങളെയും കേട്ട് നോർത്ത് സോൺ IG തീരുമാനമെടുക്കണമെന്നും നിർദ്ദേശം. ഇവിടെ പൂർണ്ണമാവുകയാണ്.